ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഫോർക്ക്, ഫ്രണ്ട് അലേവിയിൽ ടീസ്റ്റമൊക്കെ ആയിരുന്നു കംപ്ലൈൻറ്റ്. അതിന് ശേഷം നമ്മൾ മൈനർ ചെക്കപ്പായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫ് വർക്കിംഗ് അല്ല. അപ്പോൾ സെൽഫിൻ്റെ കേസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ തീർന്നതാണ്. അപ്പോൾ അത് സെൽഫ് മോട്ടറിൻ്റെ കാർബൺ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ആർമേച്ചർ യൂണിറ്റ് ചെറുതായിട്ട് ഈ സൈഡ് ഒരു ബ്രഷ് തീർന്നിട്ടൊന്ന് കത്തിയേക്കട പോലെ കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു സ്പാർക്കിങ് നടന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ നമുക്ക് ബ്രഷ് മാറ്റി നോക്കാം. മാറ്റി നോക്കിയിട്ട് വർക്കിങ്ങിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള ദിവസം ചെക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ തേമാനം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു മൂളിച്ച് സൗണ്ട് ഉണ്ടാവും കേട്ടോ. സെൽഫ് അടിക്കുന്ന സമയത്ത് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു മൂളിച്ച് സൗണ്ട് വരാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം ഒരല്പം തേമാനം വന്നിട്ടുണ്ട്. മോട്ടോർ വർക്കിംഗ് ആക്കി എടുക്കാൻ നോക്കാം പരമാവധി. ബ്രഷ് മാറ്റിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിരുന്നത് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിക്കിനകത്ത് ഓയിൽ ലെവൽ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഓയിൽ കൂടി ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് അതിൻ്റെ സർവീസിൻ്റെ കേസുകൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് വരെ അടുത്ത 3000 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് തരാം. ആക്സിഡൻറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വാട്ടർ സർവീസും ഒന്ന് റീ ഇൻസ്പെക്ഷനും കൂടി ചെയ്യാനുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ.